ചെസ്സില് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മെച്ചപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തിയാൽ അവിടെ സ്റ്റക്കായി പോകും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഒരു പ്ലാറ്റോ എന്ന് പറയില്ലേ? അതെ, പീഠഭൂമി. ഒരുപാട് കളിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ധാരണയെ ചോദ്യം ചെയ്യുന്ന ഒരാളുടെ അനുഭവമാണ്, റോൾഫ് വെറ്റ്സൽ. ഉം, അദ്ദേഹത്തിന്റെ ചെസ് മാസ്റ്റർ അറ്റ് എനി ഏജ് എന്ന പുസ്തകത്തിലെ ചില ആശയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വെറ്റ്സല് ഏകദേശം 8 വർഷത്തോളം ഒരേ റേറ്റിംഗിൽ നിന്നു. എന്നിട്ട് ഏകദേശം 400 പോയിന്റോളം മെച്ചപ്പെട്ടു. 400 പോയിന്റ്! അത്ഭുതം തന്നെ. അതെ, അതെങ്ങനെ സാധിച്ചു? നമുക്ക് ഈ പുസ്തകത്തിലെ ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കാം. തീർച്ചയായും. വെറ്റ്സൽ ശരിക്കും വെല്ലുവിളിക്കുന്നത് സോൾട്ടിസ് കർവ് എന്നൊരു ആശയത്തെയാണ്. സോൾട്ടിസ് കർവ് അതെന്താണ്? അതായത് മിക്ക കളിക്കാരും കാര്യമായി ചെസ്സ് പഠിക്കാൻ തുടങ്ങി ഒരു 8 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ ബെസ്റ്റ് കളി പുറത്തെടുക്കും. പിന്നെ കാര്യമായ പുരോഗതി ഉണ്ടാകില്ല എന്നൊരു സിദ്ധാന്തം. ഓഹോ, അപ്പൊ അവിടെ തീർന്നു എന്ന്. അതെ. പക്ഷെ വെറ്റ്സൽ തന്റെ സ്വന്തം അനുഭവം വെച്ച് പറയുന്നു, ഇത് തിരുത്താൻ പറ്റും. അതിനായിട്ട് അദ്ദേഹം ചെസ് കഴിവിനെ അല്ലെങ്കിൽ ചെസ് കേപ്പബിലിറ്റിയെ 5 പ്രധാന ഘടകങ്ങളായി തിരിക്കുന്നുണ്ട്. കോമ്പണന്റ്സ് ഓഫ് ചെസ് കേപ്പബിലിറ്റി, CCC എന്ന് പറയും. CCC. ഓക്കെ. ഓരോ ഘടകവും എന്താണെന്നും അവ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുമാണ് പുസ്തകത്തിന്റെ കാതൽ. കൊള്ളാം. അപ്പോൾ ഈ 5 ഘടകങ്ങൾ CCC എന്തൊക്കെയാണ്? നമ്മുടെ കളി ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ. അതെ. ആദ്യത്തേത് ഇമേജസ്. ഇത് നമ്മുടെ മനസ്സിലുള്ള ചെസ്സുമായി ബന്ധപ്പെട്ട ആശയങ്ങള്, അറിവുകളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് 3 പോണുകൾ ഒരു മൈനർ പീസിന് തുല്യമാണ് എന്നതുപോലുള്ള ബേസിക് കാര്യങ്ങൾ മുതൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ പൊസിഷണൽ പാറ്റേണുകൾ വരെ ഇതിൽ വരും. മനസ്സിലായി, മനസ്സിലുള്ള അറിവുകൾ. അതെ. ഇവ സ്ഥിരമായ ഓർമ്മയിൽ നിൽക്കുന്നവ ഉണ്ടാവാം, ഡ്യൂറബിൾ എന്ന് പറയും. പെട്ടെന്ന് മറന്നുപോകുന്നവ ലൈറ്റ്. പിന്നെ യുക്തിപരമായി കണക്റ്റഡ് ആയിട്ടുള്ളവ ക്വാളിറ്റി. അങ്ങനെ പല തരത്തിലുണ്ട്. വെറ്റ്സൽ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാസ് മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. വാസ് മോഡൽ പാത്രം പോലെയാണോ? അതെ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പാത്രത്തിലേക്ക് അറിവ് നിറയുന്നു. പക്ഷേ സ്വാഭാവികമായി കുറച്ച് ബാഷ്പീകരിച്ചു പോകും. അതായത് മറവി സംഭവിക്കും. ഓക്കെ. അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന പാറ്റേണുകളും അറിവുകളുമാണ് ഇമേജസ്. ശരി. രണ്ടാമത്തെ ഘടകം? രണ്ടാമത്തേത് എപ്രോപ്പ്. APROP. അതായത് എബിലിറ്റി ടു പ്രൊജക്ട് പൊസിഷൻസ്. എബിലിറ്റി ടു പ്രൊജക്ട് പൊസിഷൻസ്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് മുന്നോട്ടുള്ള നീക്കങ്ങൾ മനസ്സിൽ കാണാനുള്ള കഴിവ് എന്നാണോ? അതുതന്നെ. പക്ഷെ വെറും നീക്കങ്ങൾ കാണുക എന്നതിനേക്കാൾ എത്ര സ്പീഡിൽ, എത്ര കൃത്യതയോടെ, എത്ര ദൂരം മുന്നോട്ട്. അതായത് അനാലിസിസ് ഹൊറൈസൺ. എത്ര ദൂരം മനസ്സിൽ കാണാൻ പറ്റുന്നു, അതാണ് ആപ്രോവ്. ബ്ലൈൻഡ് ഫോൾഡ് ചെസ് കളിക്കുന്ന പോലെയോ? എക്സാക്ട്ലി. ബ്ലൈൻഡ് ഫോൾഡ് ചെസ് ഈ കഴിവിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഇത് മെച്ചപ്പെടുത്താൻ വെറ്റ്സൽ ഒരു രസകരമായ എക്സർസൈസ് പറയുന്നുണ്ട്. എന്താണത്? ഒരു നൈറ്റിനെ A1 സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോർഡിലെ ഓരോ സ്ക്വയറിലൂടെയും കടന്നുപോയി A8ൽ എത്തിക്കണം. ഒരു പാമ്പ് ഇഴയുന്ന പോലെ. A1, B1, C1 അങ്ങനെ H1 വരെ. പിന്നെ H2, G2 അങ്ങനെ A2 വരെ. പിന്നെ A3 അങ്ങനെ. ഓ, ബോർഡിൽ വയ്ക്കാതെ മനസ്സിൽ ചെയ്യണം. അതെ, മനസ്സിൽ മാത്രം. ഇത് എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നു എന്നത് ആപ്രോപ്പിന്റെ ഒരു അളവുകോളാണ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. മൂന്നാമത്തേതപ്പോ മൂവ് സെലക്ഷൻ മെത്തേഡ്. അതായത് ഒരു നീക്കം തിരഞ്ഞെടുക്കുന്ന രീതി. ഇതാണോ കളിയുടെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം? കാരണം എത്ര നന്നായി നീക്കങ്ങൾ കണ്ടാലും ശരിയായത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെയാണ് പല ഓപ്ഷൻസിൽ നിന്ന് ഒരു നീക്കം സെലക്ട് ചെയ്യുന്നത്? ഇതിനൊരു ഐഡിയൽ മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ റിയലായിട്ട് കളിക്കുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് മാറും. അതാണ് റിയൽ മെത്തേഡ്. അതെ. നമ്മൾ വരുത്തുന്ന വലിയ ബ്ലണ്ടറുകൾ, അതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രം വലിയ കുഴപ്പമാകാതെ പോയ പിഴവുകൾ. വെറ്റ്സൽ അതിന് ഷുഡ് എ ബീൻസ് എന്ന് വിളിക്കുന്നു. ഷുഡ് എ ബീൻസ്, കൊള്ളാമാ പേര്. അതെ. അതായത് അയ്യോ അത് കളിച്ചിരുന്നെങ്കിൽ പെട്ടേനെ എന്ന് നമ്മൾ കളി കഴിഞ്ഞ് നോക്കുമ്പോൾ പറയുന്ന പിഴവുകൾ. ഇതൊക്കെ നമ്മുടെ MMന്റെ ഭാഗമാണ്. ഒരു നീക്കം തിരഞ്ഞെടുക്കുന്നതിലെ ചിന്താപ്രക്രിയയെ ഒരു ഫ്ലോ ചാർട്ട് പോലെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പുസ്തകത്തിൽ. ഓക്കെ. അടുത്ത ഘടകം ഒരുപക്ഷേ ഏറ്റവും സങ്കീർണമായ ഒന്നായിരിക്കും മനോഭാവം, ആറ്റിറ്റ്യൂഡ്. കളിയിലെ ജയപരാജയങ്ങളെ ഇത് ഒരുപാട് സ്വാധീനിക്കും അല്ലേ? തീർച്ചയായും, വളരെ പ്രധാനം. ഇതില് ഒരുപാട് ഉപഘടകങ്ങളുണ്ട്. ഒന്ന്, വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി.
നമ്മുടെ കളിയെ മുൻവിധിയില്ലാതെ വിലയിരുത്താനുള്ള കഴിവ്. അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഗം ന്യായീകരിക്കുമല്ലോ. ശരിയാണ്. പിന്നെ സമയപരിപാലനം, ടൈം മാനേജ്മെന്റ്. ഇത് മിക്കവരുടെയും ഒരു വീക്ക്നെസ് ആണ്. ടൈം പ്രഷർ. ടൈം പ്രഷർ കാരണം എത്ര കളികൾ പോയിട്ടുണ്ടാവും. അതെ, നല്ല പൊസിഷനുകൾ പോലും തോൽക്കും. എപ്പോൾ കൂടുതൽ ആലോചിക്കണം, എപ്പോൾ വേഗത്തിൽ നീക്കണം എന്നൊരു ബോധം വേണം. അതുപോലെ അച്ചടക്കം, ഡിസിപ്ലിൻ, പിന്നെ ഓൺലൈൻ ടഫ്നെസ്. ഓൺലൈൻ ടഫ്നെസ് അതെന്താ? അതായത് മോശം അവസ്ഥയിലാണെങ്കിലും തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത്. റൈറ്റ്, പൊരുതാനുള്ള കഴിവ്. അതെ, പിന്നെ ശാരീരിക ക്ഷമതയും പ്രധാനമാണ്. ക്ഷീണം കളിയെ ബാധിക്കും, തീരുമാനങ്ങളെ ബാധിക്കും. ശരിയാണ്. ഈ മനോഭാവത്തിൽ തന്നെ വേറെയും കാര്യങ്ങൾ വരുന്നില്ലേ? വ്യക്തിപരമായ ചില ശീലങ്ങളൊക്കെ. വെറ്റ്സൽ പറയുന്ന ഏറ്റവും ലാഭകരമായ വെട്ടിയെടുക്കൽ നടത്താനുള്ള ഒരു ടെൻഡൻസി. മോസ്റ്റ് എക്കണോമിക്കൽ ക്യാപ്ചർ. അതെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കരുവിനോടുള്ളൊരു ഇഷ്ടക്കൂടുതൽ. എന്തിന്, കാണികളെ രസിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതുപോലും മനോഭാവത്തിന്റെ ഭാഗമായി വരാം. കറക്റ്റ്. അദ്ദേഹം തമാശയായി പറയുന്ന ഒരു വെറ്റ്സൽ ക്വീൻ പരാലിസിസ് എന്നൊരവസ്ഥയുണ്ട്. വെറ്റ്സൽ ക്വീൻ പരാലിസിസ്. അതായത് ക്വീനിനെ വേണ്ടത്ര ആക്റ്റീവാക്കാതെ എവിടെയെങ്കിലും പൂട്ടിയിടുന്നൊരവസ്ഥ. ഇതും ഒരുതരം മനോഭാവ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ 4 എണ്ണമായി. ഇമേജസ്, എപ്രോപ്പ്, മനോഭാവം. അഞ്ചാമത്തേത് ജനിതക ഘടകങ്ങൾ. ഇതിൽ പ്രധാനമായി 2 എണ്ണമാണ് വെറ്റ്സൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് മെന്റൽ ക്ലോക്ക് റേറ്റ്. മെന്റൽ ക്ലോക്ക് റേറ്റ് നമ്മുടെ ചിന്തയുടെ സ്പീഡാണോ? അതെ, ചിന്തകളുടെ വേഗത. ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ ടിക് ടിക് ശബ്ദം 1 മിനിറ്റിൽ എത്ര വേഗത്തിൽ എണ്ണാൻ കഴിയുന്നു എന്നൊരു സിമ്പിൾ ടെസ്റ്റൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ബോബി ഫിഷറെയും വാൾട്ടർ ബ്രൗണിനെയും പോലെയുള്ളവർ ഭയങ്കര സ്പീഡിൽ കളിച്ചിരുന്നത് ഒരുപക്ഷെ ഉയർന്ന മെന്റൽ ക്ലോക്ക് റേറ്റ് കൊണ്ടാവാം. ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തത് ഓർമ്മശക്തി, മെമ്മറി. ചിലർക്ക് ജന്മനാ നല്ല ഓർമ്മശക്തി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ 5 ഘടകങ്ങൾ. ഇവിടെയാണ് വെറ്റ്സൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത്, അല്ലേ? ഒരാളുടെ ചെസ്സിലെ മൊത്തത്തിലുള്ള കഴിവെന്നത് ഈ 5 ഘടകങ്ങളുടെ ഒരു ആവറേജ് അല്ല. അതല്ല പ്രധാനം. മറിച്ച് ഈ ഘടകങ്ങളിൽ ഏറ്റവും വീക്കായത് ഏതാണോ അതാണ് അയാളുടെ കഴിവിന്റെ ലിമിറ്റ്. ഒരു ചങ്ങലയുടെ ബലം അതിലെ ഏറ്റവും ദുർബലമായ കണ്ണി പോലെ. എക്സാക്ട്ലി. അതാണ് വെറ്റ്സലിന്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, ആ വീക്ക് ലിങ്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യണം. ശരിയാണ്. അല്ലാതെ എല്ലാം ഒരുപോലെ മെച്ചപ്പെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. വീക്ക് ലിങ്കാണ് നമ്മുടെ റേറ്റിംഗിനെ പിടിച്ചു നിർത്തുന്നത്. അതെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റിന് സ്കോപ്പുള്ളത്. അപ്പൊ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഈ ഘടകങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വീക്ക് ലിങ്ക് എങ്ങനെ മെച്ചപ്പെടുത്താം? വെറ്റ്സലിന് ഇതിന് പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടാവുമല്ലോ. തീർച്ചയായും. വെറ്റ്സൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇമേജസ് മെച്ചപ്പെടുത്തുന്നതിലാണ്. ആദ്യത്തെ ഘടകം. അതെ, കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം ക്ലബ് ലെവൽ കളിക്കാർക്കും മറ്റു ഘടകങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രശ്നം ഇവിടെയാണ്. ഇമേജസ് മെച്ചപ്പെടുത്താൻ ഏറ്റവും എഫക്റ്റീവായ വഴി സ്വന്തം കളികൾ ആഴത്തിൽ പഠിക്കുക, സ്റ്റഡിയിങ് യുവർ ഓൺ ഗെയിംസ് എന്നതാണ്. സ്വന്തം കളികൾ പഠിക്കുക. ഇത് പലപ്പോഴും അത്ര സുഖമുള്ള ഏർപ്പാടല്ല. കാരണം നമ്മുടെ തന്നെ മണ്ടത്തരങ്ങളും തെറ്റുകളുമൊക്കെ വീണ്ടും കാണേണ്ടി വരും. കുറച്ച് വേദനാജനകമാണ്. ശരിയാണ്, അത് ഫേസ് ചെയ്യാനൊരു മടിയുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അതിൽ നിന്നാണ്. അദ്ദേഹം തന്നെ ഒരു വെറ്റ്സൽ ബെന്നറ്റ് എന്ന കളി ഉദാഹരണമായി പറയുന്നുണ്ട്. ആ കളി തോറ്റതിനു ശേഷം അനലൈസ് ചെയ്തപ്പോഴാണ് ഒരു ഡൈനാമിക് അഡ്വാൻറ്റേജ്, അതായത് താൽക്കാലിക മുൻതൂക്കം, എങ്ങനെ ഒരു പെർമനന്റ് അഡ്വാൻറ്റേജ്, സ്ഥിരമായ മുൻതൂക്കം ആക്കി മാറ്റാമെന്ന തന്ത്രം അദ്ദേഹം ശരിക്കും പഠിച്ചത്. ഓഹോ, അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും മാസ്റ്റർ ഗെയിമുകൾ നോക്കുന്നതിനേക്കാളുമൊക്കെ ഫലപ്രദം സ്വന്തം കളികൾ പഠിക്കുന്നതാണെന്നാണോ വെറ്റ്സൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതെ, കൂടുതൽ എഫക്റ്റീവ് അതാണ്. മറ്റു മെറ്റീരിയലുകൾ പഠിക്കുന്നത് നല്ലതാണ്, തെറ്റല്ല. പക്ഷേ അത് പലപ്പോഴും ഒരു ചൈനീസ് ഡിന്നർ പോലെ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനീസ് ഡിന്നറോ? അതെന്താ? അതായത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും, വയറ് നിറഞ്ഞെന്നും തോന്നും, പക്ഷെ പെട്ടെന്ന് ദഹിച്ചു പോകും. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും വിശയ്ക്കും. കൊള്ളാം. അതുപോലെയാണ് മാസ്റ്റർ ഗെയിംസൊക്കെ നോക്കുന്നത്. കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ സ്വന്തം കളിയിൽ പറ്റിയ ഒരു അമ്മളി, ഒരു ബ്ലെൻഡർ, അത് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാഠം മനസ്സിൽ ആഴത്തിൽ പതിയും. ശരിയാണ്, ആ അനുഭവം വേറെ ലെവലാണ്, അത് മറക്കില്ല. അപ്പൊ ഈ പഠിക്കുന്ന പുതിയ ആശയങ്ങൾ, പാഠങ്ങളൊക്കെ ഓർമ്മയിൽ നിർത്താൻ
വിറ്റ്സൽ പറയുന്ന ആ ഫ്ലാഷ് കാർഡ് രീതി ഉണ്ടല്ലോ, അതൊരു പ്രധാന ടൂളാണെന്ന് തോന്നുന്നു. അതെ, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്, ഫ്ലാഷ് കാർഡ് സിസ്റ്റം. പുതിയ തത്വങ്ങൾ, നമ്മൾ ആവർത്തിക്കുന്ന മിസ്റ്റേക്കുകൾ, പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കാൻ ഇത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഫ്ലാഷ് കാർഡിൽ എന്തൊക്കെയുണ്ടാവും? ഓരോ ഫ്ലാഷ് കാർഡിനും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആ ആശയം വ്യക്തമാക്കുന്ന ഒരു ചെസ് ഡയഗ്രാം. ഓക്കെ. 2, ആ ആശയം പെട്ടെന്ന് ഓർക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രാബർ ഫ്രേസ്, ഒരു ക്യാച്ചി ഫ്രേസ് പോലെ. ഗ്ലാബർ ഫ്രേസ്. 3, ആ ആശയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ നോട്ട് അല്ലെങ്കിൽ വിശദീകരണം. ഒരു ഉദാഹരണം പറയാമോ? ഒരു ഫ്ലാഷ് കാർഡ് എങ്ങനെയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ. പറയാം. വെറ്റ്സൽ സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ കുറേ കാർഡുകളുടെ ഉദാഹരണങ്ങൾ പുസ്തകത്തിലുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഡൈനാമിക് നേട്ടം സ്ഥിരമാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കാർഡുണ്ടാക്കി. ഡയഗ്രാം കാണിക്കുന്നു, ഗ്രാബർ ഫ്രേസ്. കൺവേർട്ട് ഡൈനാമിക് ടു പെർമനന്റ് എന്നാണ്. സിമ്പിൾ. അതെ, കൂടെ ചെറിയൊരു വിശദീകരണവും. അതുപോലെ നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നൊരു തന്ത്രമാണ് സ്ക്യൂവർ. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഒരു കാർഡ്. ലുക്ക് ഫോർ സ്ക്യൂവേഴ്സ്, എസ്പെഷ്യലി ലോങ് റേഞ്ച്. ഓക്കെ. പിന്നെ ചെക്ക് കിട്ടുമ്പോൾ വേറെ ഓപ്ഷൻസ് നോക്കാതെ ചാടിക്കയറി വെട്ടാനോ മറയ്ക്കാനോ നോക്കുന്നൊരു ടെൻഡൻസി ഇല്ലേ? ഉണ്ട്. അതിനെതിരെ ഒരു കാർഡ്, വൈ ഓൾവേസ് ചെക്ക്. അതായത് ചെക്ക് കിട്ടിയാൽ വേറെ എന്തെങ്കിലും നല്ല നീക്കമുണ്ടോ എന്ന് കൂടി നോക്കണം. ശരിയാണ്. പിന്നെ എതിരാളിയുടെ പീസസ് കുറവാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ലൈൻ, ഒരു ഡയഗണലോ റാങ്കോ ഫയലോ കൺട്രോൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ പ്രൊജക്ട് ലൈൻസ് ഓഫ് കൺട്രോൾ. ഇങ്ങനെ സ്വന്തം ഗെയിം അനാലിസിസിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ, വീണ്ടും വീണ്ടും വരുന്ന തെറ്റുകൾ, അതൊക്കെ കാർഡുകളാക്കി മാറ്റാം. വളരെ നല്ല ഐഡിയ. ഈ കാർഡുകൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് ഓർമ്മയിൽ നിൽക്കണ്ടേ, റിവ്യൂ ചെയ്യണ്ടേ? തീർച്ചയായും, അതാണ് പ്രധാനം. വെറ്റ്സൽ പറയുന്നത് ഈ കാർഡുകൾ കൃത്യമായ ഇടവേളകളിൽ ഡ്രിൽ ചെയ്യണമെന്നാണ്. ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ വേണം. സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ആഴ്ചയിൽ എത്ര സമയം വേണം ഇതിന്? അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് ആഴ്ചയിൽ ഒരു 25 മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ ഏകദേശം 300 കാർഡുകൾ വരെ ഓർമ്മയിൽ ആക്റ്റീവായി നിലനിർത്താൻ പറ്റുമത്രേ. 300 കാർഡുകള്? കൊള്ളാം. ഈ ഫ്ലാഷ് കാർഡുകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേകതരം തെറ്റുകളോ ചിന്താരീതികളോ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വെറ്റ്സൽ പറയുന്നുണ്ടല്ലോ. അതാണോ ഗ്രാൻഡ് തീമുകൾ? അതെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് വളരെ പവർഫുള്ളായൊരു കണ്ടെത്തലാണ്. ഫ്ലാഷ് കാർഡുകൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഈ തെറ്റ് ഞാൻ വീണ്ടും വീണ്ടും വരുത്തുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതൊരു സ്ഥിരം പ്രശ്നമാണല്ലോ. പാറ്റേൺസ് കാണാൻ തുടങ്ങും. അതെ, ഇതാണ് ഗ്രാൻഡ് തീമുകൾ. നമ്മുടെ ചിന്തയിലെ സ്ഥിരം പാറ്റേണുകൾ, ആവർത്തിക്കുന്ന വീക്ക്നെസ്സുകൾ. വെറ്റ്സൽ സ്വന്തം കളിയിൽ നിന്ന് കണ്ടെത്തിയ ചില തീമുകൾ ഉദാഹരണമായി പറയുന്നുണ്ട്. ഡിസ്കവർ അമേരിക്ക, അതെന്താ? അതായത് ഡിസ്കവേർഡ് അറ്റാക്ക് അല്ലെങ്കിൽ ഡിസ്കവേർഡ് മൊബിലിറ്റി പോലുള്ള സാധ്യതകൾ വേണ്ടത്ര ഉപയോഗിക്കാതിരിക്കുക. ഒരു കരുവിനെ മാറ്റുമ്പോൾ പിന്നിലുള്ള കരുവിന് കിട്ടുന്ന പവർ. ഓക്കെ. പിന്നെ ഉപയോഗിക്കപ്പെടാത്ത ക്വീൻ, നേരത്തെ പറഞ്ഞ ക്വീൻ പാരാലിസിസ് പോലെ. പിന്നെ ബിഷപ്പിന് അമിത പ്രാധാന്യം നൽകൽ. ചിലപ്പോൾ നൈറ്റിനേക്കാൾ എപ്പോഴും ബിഷപ്പാണ് നല്ലതെന്നൊരു ചിന്ത. അത് പലർക്കും ഉണ്ട്. അതെ. ഈ ഗ്രാൻഡ് തീമുകൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. ശരിയാണ്. സ്വന്തം വീക്ക്നെസ് പിൻപോയിന്റ് ചെയ്യാൻ ഇത് നല്ലൊരു വഴിയാണ്. ഇനി മറ്റ് ഘടകങ്ങൾ, അതായത് ആപ്രോപ്പ്, എന്നിവ എങ്ങനെ മെച്ചപ്പെടുത്താം? ആപ്രോപ്പിന് എന്ത് ചെയ്യാം? ആപ്രോപ്പ് മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലത് കോമ്പിനേഷനുകൾ സോൾവ് ചെയ്യുകയാണ്. പുസ്തകങ്ങളിൽ നിന്നോ മാഗസിനുകളിലെ ക്വിസുകളിൽ നിന്നോ ഒക്കെ ടാക്ടിക്സ് പ്രോബ്ലംസ് ചെയ്യുക. പസിൽസ്. അതെ, പസിൽസ്. പിന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കുറച്ച് കടുപ്പമല്ലേ? തുടക്കത്തിലെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പതിയെ പതിയെ മെച്ചപ്പെടും. പിന്നെ അനാലിസിസ് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ മനസ്സുടക്കി നിൽക്കരുത്. സ്റ്റിക്കിനെസ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്നൊരു പ്രശ്നമുണ്ട്. അതിനെ മറികടന്ന് മുന്നോട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് ഒരു 4-5 നീക്കങ്ങൾക്ക് ശേഷമുള്ളൊരു പ്രധാനപ്പെട്ട പൊസിഷൻ മനസ്സിൽ കാണുക. അതിനെ ഒരു ബേസാക്കി അവിടെ നിന്ന് മുന്നോട്ട് പല വേരിയേഷൻസും നോക്കുക. ഇത് ചിന്തയെ മുന്നോട്ട് നയിക്കാൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി. ഇനി നീക്കം തിരഞ്ഞെടുക്കുന്ന രീതി മെച്ചപ്പെടുത്താനോ? അവിടെയും പ്രശ്നങ്ങളുണ്ടാകാമല്ലോ. ഉണ്ടാകാം. ചില കോമൺ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന് അനാലിസിസ് ഫിബ്രിലേഷൻ. ഹാർട്ടിന് വരുന്ന പോലെയോ? ഏകദേശം. ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് ചിന്ത താളം തെറ്റുന്നൊരവസ്ഥ, എവിടെ തുടങ്ങണമെന്നറിയാതെ പോവും. അത് സംഭവിക്കാറുണ്ട്. പിന്നെ അനാലിസിസ് റെപ്പറ്റിഷൻ.
ഒരേ വേരിയേഷൻ തന്നെ വീണ്ടും വീണ്ടും നോക്കി സമയം കളയുക. അതും ശരിയാണ്. ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഗ്രാൻഡ് മാസ്റ്റർമാരുടെ ചിന്താരീതികൾ പഠിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് അലക്സാണ്ടർ കൊട്ടോവിന്റെ തിങ്ക് ലൈക്ക് എ ഗ്രാൻഡ് മാസ്റ്റർ പോലെയുള്ള ക്ലാസിക് ബുക്സ് വായിക്കുന്നത് നമ്മുടെ ചിന്താപ്രക്രിയയെ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കും. ശരി, ഇനി നമുക്ക് ആ വലിയ കടമ്പയിലേക്ക് വരാം. മനോഭാവം, ആറ്റിറ്റ്യൂഡ്. കളി മെച്ചപ്പെടണമെന്ന ആഗ്രഹം മാത്രം പോരല്ലോ, അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ കൂടി വേണ്ടേ? ഇതെങ്ങനെ വളർത്തിയെടുക്കാം? ഇത് ഭയങ്കര സബ്ജക്റ്റീവല്ലേ? ആണ്. ഇത് വളരെ പേഴ്സണലാണ്. പക്ഷെ നമുക്ക് ശ്രമിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. നമ്മൾ എത്രത്തോളം ഒബ്ജക്റ്റീവ് ആണെന്ന് സ്വയം ചോദിക്കുക. അതെങ്ങനെ അറിയും? തോൽക്കുമ്പോഴെപ്പോഴും എക്സ്ക്യൂസ് പറയാറുണ്ടോ? ടൈം പ്രഷറായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഉറക്കം ശരിയായില്ല എന്നൊക്കെ. നമ്മളെക്കാൾ റേറ്റിംഗ് കുറഞ്ഞ ഒരാൾ നമ്മുടെ കളിയിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് അംഗീകരിക്കുമോ അതോ പ്രതിരോധിക്കുമോ? നല്ല ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളെ നന്നായി അറിയുന്ന എന്നാൽ മുഖത്ത് നോക്കി സത്യം പറയാൻ മടിക്കാത്ത സുഹൃത്തുക്കളോടോ പരിശീലകരോടോ ഫീഡ്ബാക്ക് ചോദിക്കാം. ശരിയാണ്. ഇനി സമയസമ്മർദ്ദം, ടൈം പ്രഷർ, അതിനെ നേരിടാൻ വെറ്റ്സിൽ നിർദ്ദേശിക്കുന്ന ആ രീതി, അതാണല്ലോ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ, പണം കീറിക്കളയുന്ന പരിപാടി. അതെ, അത് കുറച്ച് എക്സ്ട്രീമായൊരു രീതിയാണ്. പക്ഷെ അതിന് പിന്നിലൊരു ലോജിക്കുണ്ട്. ആദ്യം ടൈം പ്രഷർ എനിക്കൊരു പ്രശ്നമാണ് എന്ന് സ്വയം സമ്മതിക്കുക. പലരും സമ്മതിക്കില്ല. അത് ശരിയാണ്. ഞാൻ നന്നായി ആലോചിച്ച് കളിക്കുന്നതുകൊണ്ടാണ് സമയം പോകുന്നത് എന്നൊക്കെ പറയും. അതെ, പക്ഷെ പലപ്പോഴും ഇതിന്റെ കാരണം സൈക്കോളജിക്കലാണ്. തോൽക്കുമ്പോ എന്ന പേടി, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന ചിന്ത, പെർഫെക്ഷനിസം, ഇതൊക്കെ സമയമെടുപ്പിക്കും. വെറ്റ്സലിന്റെ സൊല്യൂഷൻ ഓരോ 5 നീക്കത്തിനും ഒരു ഗ്രൂപ്പായി കണ്ട് അതിനെ ക്വിന്റ് എന്ന് വിളിക്കുന്നു. ഒരു ടാർഗറ്റ് സമയം വെക്കുക എന്നതാണ്. ഓക്കെ, 5 നീക്കത്തിന് ഇത്ര മിനിറ്റ് എന്ന്. അതെ, ഓരോ ക്വിന്റിനു ശേഷവും ആ ഷെഡ്യൂൾ പാലിച്ചോ എന്ന് നോക്കുക. കൂടുതൽ സമയമെടുത്താൽ അതൊരു ഡെമെറിറ്റ്, കുറവ് സമയമാണ് എടുത്തതെങ്കിൽ അതൊരു മെറിറ്റ്. ഗെയിം കഴിഞ്ഞിട്ട് എത്ര മെറിറ്റ് എത്ര ഡെമെറിറ്റ് എന്ന് കണക്കാക്കുക. എന്നിട്ട് ഡെമെറിറ്റുകൾ കൂടിയാലോ? അതാണ് കോൺട്രവേഴ്ഷ്യൽ ഭാഗം. ഓരോ അധിക ഡെമെറിറ്റിനും $1 നോട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായ വിലയുള്ള സ്റ്റാമ്പും കീറിക്കളയുക. കീറിക്കളയുകയോ? അത് വേസ്റ്റ് അല്ലേ? ആർക്കെങ്കിലും കൊടുത്താൽ പോരെ? വെറ്റ്സൽ പറയുന്നത് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് അത് നശിപ്പിക്കുന്നതാണെന്നാണ്. കാരണം ആ നഷ്ടം നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യും. ഒരു തെറ്റിന് ഉടനടി വേദനാജനകമായ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകുമ്പോൾ ആ സ്വഭാവം മാറ്റാൻ അത് നമ്മെ നിർബന്ധിതരാക്കുമെന്നാണ് സൈക്കോളജി. ശരിയാണ്. ആ ഒരു പെയിൻ അസോസിയേറ്റ് ചെയ്യുമ്പം. പക്ഷെ ഇത് എല്ലാവർക്കും പറ്റിയ രീതിയാണോ? ആയിരിക്കില്ല. ഇത് കുറച്ചു വിചിത്രമായി തോന്നാം. പക്ഷെ ടൈം പ്രഷർ എന്ന പ്രശ്നത്തെ വളരെ സീരിയസ് ആയി എടുക്കാനും അതിനെ മറികടക്കാൻ എന്തെങ്കിലും ശക്തമായ നടപടി വേണമെന്ന് ചിന്തിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു ലോങ് ഷോട്ട് സൊല്യൂഷനായി അദ്ദേഹം സബ്ലിമിനൽ ടേപ്പുകളെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇഫക്റ്റീവ്നെസ്സിൽ അദ്ദേഹത്തിന് തന്നെ വലിയ ഉറപ്പില്ല. റൈറ്റ്. ഇനി ഓൺലൈൻ ടഫ്നെസ്, ആ പൊരുതാനുള്ള കഴിവ്, അതെങ്ങനെ കൂട്ടാം? ചിലര് പെട്ടെന്ന് തോൽവി സമ്മതിക്കുമല്ലോ. അത് ശീലമാക്കുക എന്നതാണ് പ്രധാനം. മോശം പൊസിഷനിലാണെങ്കിലും തീരെ രക്ഷയില്ലെന്ന് 100% ഉറപ്പാകുന്നതുവരെ പൊരുതുക. ഒരുപക്ഷെ എതിരാളിക്ക് അവസാന നിമിഷം ഒരു പിഴവു പറ്റാം, അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ഡിഫൻസ് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ആവശ്യമെങ്കിൽ മാത്രം റിസൈൻ ചെയ്യുക എന്നൊരു പോളിസി വയ്ക്കുക. ശരി. ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യവും ചെറുതല്ല അല്ലേ? പ്രത്യേകിച്ചൊരു ലോങ് ടൂർണമെന്റിന്റെ അവസാന റൗണ്ടുകളിലൊക്കെ. തീർച്ചയായും. ഷോർട്ട് ടേമിൽ നോക്കിയാൽ ക്ഷീണമില്ലാതിരിക്കുക, ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിളായി നിർത്തുക. അതായത് പെട്ടെന്ന് എനർജി തരുന്ന ഷുഗറി ഫുഡ് ഒഴിവാക്കി സ്ലോ റിലീസ് എനർജി തരുന്ന ഭക്ഷണം കഴിക്കുക. ഓക്കെ. ലോങ് ടേമിൽ ജനറൽ ഹെൽത്ത്, റെഗുലർ എക്സസൈസ്, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, സ്മോക്കിംഗ് നിർത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ സ്റ്റേബിളായിട്ടുള്ള പെർഫോമൻസിന് അത്യാവശ്യമാണ്. വ്യക്തിപരമായ ചായ്വുകൾ എങ്ങനെ നിയന്ത്രിക്കാം? ചിലർ ഓവർ കോഷ്യസ് ആകും, ചിലർ ഓവർ അഗ്രസീവ് ആകും. നേരത്തെ പറഞ്ഞ സേവർ സ്പെൻഡർ ടൈപ്പ്. ഇവിടെയും സെൽഫ് അവെയർനെസ് ആണ് കീ. നമ്മുടെ നാച്ചുറൽ സ്റ്റൈൽ എന്താണ്? നമ്മൾ റിസ്ക് എടുക്കാൻ മടിക്കുന്നയാളാണോ അതോ അനാവശ്യമായ റിസ്ക് എടുക്കുന്നയാളാണോ? ചെസ്സിന് പുറത്തുള്ള നമ്മുടെ സ്വഭാവം, ഉദാഹരണത്തിന് പണം സൂക്ഷിച്ച് ചെലവാക്കുന്നയാളാണോ അതോ ധാരാളിയാണോ, കളിക്കളത്തിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്.
ശരിയാണ്. ഈ ടെൻഡൻസികൾ അറിഞ്ഞുകൊണ്ട് കളിക്കുമ്പോൾ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോധപൂർവം ശ്രമിക്കണം. നമ്മുടെ ഗ്രാൻഡ് തീമുകളും ഫ്ലാഷ് കാർഡുകളുമൊക്കെ ഇവിടെ നമ്മെ സഹായിക്കും. ഏത് തരം മിസ്റ്റേക്കാണ് നമ്മൾ കൂടുതൽ വരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ. അവസാനമായി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ലോങ് റേഞ്ച് പ്ലാനിന്റെ ആവശ്യകതയെക്കുറിച്ചും വെറ്റ്സൽ പറയുന്നുണ്ടല്ലേ? അതെ, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ കളിച്ചുപോയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, ഓപ്പണിംഗ്, മിഡിൽ ഗെയിം, എൻഡ് ഗെയിം, പിന്നെ ഈ പറഞ്ഞ CCC ഘടകങ്ങൾ ഓരോന്നും സത്യസന്ധമായി ഒന്ന് വിലയിരുത്തുക. ഒരു സെൽഫ് അസസ്മെന്റ്. അതെ. എന്നിട്ട് അടുത്തൊരു വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ഒക്കെ റിയലിസ്റ്റിക്കായ ചില ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. ആ ലക്ഷ്യത്തിലെത്താൻ എന്ത് പഠിക്കണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ റിവ്യൂ ചെയ്യുക. ഇത് നമ്മുടെ ചെസ് യാത്രയ്ക്ക് ഒരു ഡയറക്ഷൻ തരും. തീർച്ചയായും കൂടുതൽ ഫോക്കസ്ഡ് ആക്കും. അപ്പോൾ റോൾഫ് വെറ്റ്സലിന്റെ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും വ്യക്തമാകുന്നൊരു കാര്യം, ചെസ്സിലെ കഴിവ് എന്നത് എവിടെയോ വെച്ച് സ്റ്റോപ്പാവുന്ന ഒന്നല്ല. അത് സ്റ്റക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഏതെങ്കിലും ഒരു ലിങ്ക് വീക്കാണ്. അതിനെ കണ്ടെത്തണം, എന്നിട്ട് അതിനെ ബലപ്പെടുത്തണം. അതെ, ചിട്ടയായ പരിശീലനത്തിലൂടെയും ഒരുപക്ഷെ വെറ്റ്സൽ നിർദ്ദേശിക്കുന്നതുപോലുള്ള ചില ഇന്നൊവേറ്റീവായ വഴികളിലൂടെയും ആർക്കും ഏത് പ്രായത്തിലും മെച്ചപ്പെടാൻ സാധിക്കും എന്നാണിത് കാണിക്കുന്നത്. സ്വയം മനസ്സിലാക്കലും പിന്നെ ആ തിരിച്ചറിവ് വെച്ച് പ്രവർത്തിക്കാനുള്ള അച്ചടക്കവുമാണ് പ്രധാനം. തീർച്ചയായും വെറ്റ്സലിന്റെ രീതിയുടെ കാതൽ അതാണ്. സ്വയം ഒരു ഡോക്ടറെ പോലെ അനലൈസ് ചെയ്യുക. നമ്മുടെ ചെസ് രോഗം എന്താണ്, ഏത് ഘടകത്തിലാണ് പ്രശ്നം, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് കറക്റ്റായ മരുന്ന് കൊടുക്കുക, അതായത് ട്രെയിനിങ്. ഫ്ലാഷ് കാർഡുകളും ഗ്രാൻഡ് തീമുകളുമൊക്കെ ഈ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനുമുള്ള ടൂൾസാണ്. അതെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പ്രായം ശരിക്കും ഒരു തടസ്സമേ അല്ല. ഒരു അവസാന ചിന്ത കൂടി പങ്കുവെക്കട്ടെ. വെറ്റ്സലിന്റെ ഈ അപ്രോച്ച്, അതായത് ഒരു കോംപ്ലക്സ് സ്കില്ലിനെ അതിന്റെ കമ്പോണന്റ് പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക, സ്വയം വിലയിരുത്തി ഏറ്റവും വീക്കായ ലിങ്ക് കണ്ടുപിടിക്കുക, അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, ഇത് ചെസ്സിൽ മാത്രമല്ലല്ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ശരിയാണ്. നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിലും, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ജോലിയിൽ ഒരു പുതിയ സ്കിൽ നേടാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ രീതി ഉപയോഗപ്രദമാവില്ലേ? ഒരു പ്രായപരിധി കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പറ്റില്ല, മെച്ചപ്പെടാൻ പറ്റില്ല എന്നൊക്കെയുള്ള ധാരണകളെ തിരുത്താൻ ഇത് സഹായിക്കില്ലേ? നിങ്ങൾക്കും ഇത് ബാധകമാണെന്ന് തോന്നുന്നുണ്ടോ?